ഭക്തശിരോമണിയായ വൃത്രാസുരൻ്റെ ചരിത്രം ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കേൾപ്പിച്ചു. ദേവേന്ദ്രന് പോലും ബഹുമാനം തോന്നിയ ആ വൃത്രാസുരൻ്റെ കഥ. സാധാരണ ഒരു അസുരൻ്റെ മുഖത്തുനിന്ന് വരാത്തതായ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ നിറഞ്ഞ ഒരു പരമഹംസൻ്റെ അഥവാ അവധൂതൻ്റെ ഗീത ഒഴുകി വരുന്നത് കണ്ട സമയത്ത് അഹോ ദാനവസിദ്ധോസി എന്നെല്ലാം പറഞ്ഞ് ദേവേന്ദ്രൻ മനസ്സുകൊണ്ട് നമസ്കരിച്ചു. ഇങ്ങനെ ദേവന്മാർക്ക് പോലും ബഹുമാനം തോന്നുന്നതായ ഒരു പരമമായ ഭക്തി ഒരു അസുരന് എങ്ങനെ വന്നു എന്നതാണ് പരീക്ഷിത്ത് പിന്നെ ഉന്നയിച്ച ഒരു സംശയം. പരീക്ഷിത്ത് ചോദിക്കണു, സാത്വിക സ്വഭാവം തീണ്ടാത്തവനും രജസ്തമോമയങ്ങൾ നിറഞ്ഞവനുമായ വൃത്രന്, അസുരവംശജനായ വൃത്രന് ഭഗവാൻ ശ്രീഹരിയിൽ ഇത്രയും ദൃഢമായിട്ടുള്ള ഭക്തിഭാവം എങ്ങനെ ഉണ്ടായി? സാത്വിക സ്വഭാവികളായ ദേവന്മാർക്കോ സർവസംഘപരിത്യാഗികളായ നിർമ്മല മനസ്കരായ ഋഷീശ്വരന്മാർക്കോ പോലും പ്രായണ ഇത്തരം ഹരിഭക്തി സർവസാധാരണമല്ല. ഒരു അസുരന് ഇവരെക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു ഭക്തി എങ്ങനെയാ വന്നത്? ഹേ ഗുരുനാഥ, ഈ ഭൂമിയിലെ ജീവജാലങ്ങളുടെ എണ്ണം എത്രയാന്ന് ചോദിച്ചാൽ കോടാനുകോടി വരും. ഭൂമിയിൽ എത്ര മൺതരികളുണ്ടോ അത്രയും തന്നെ ജീവജാലങ്ങളുണ്ടാവും. അവരിൽ മനുഷ്യരുമുണ്ട്. എന്നാൽ ശ്രേയോമാർഗത്തിൽ പ്രവർത്തിക്കുന്ന, നിവൃത്തി മാർഗത്തിനെ അവലംബിക്കുന്ന മനുഷ്യർ വളരെ വിരളാണ്. സിദ്ധന്മാരാവുന്നത് എത്ര പേരുണ്ട്? വളരെ കുറച്ച് മാത്രം. കുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെ ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമുള്ളവർ ഒന്നോ രണ്ടോ. ശ്രേയോമാർഗത്തിൽ ചരിക്കുന്നവർ വളരെ ചുരുക്കമായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. മനുഷ്യരിൽ പലർക്കും മോക്ഷേച്ഛയുണ്ട്, മുമുക്ഷുക്കളാണ്. പക്ഷേ മുക്തരാവുന്നവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ളവർ കോടിക്കണക്കിനുണ്ട് എന്ന് സങ്കല്പിച്ചാൽ പോലും അവരിൽ തന്നെ ശാന്തമായിട്ടുള്ള അന്ധകരണത്തോട് കൂടിയിട്ട് ഭഗവാൻ ശ്രീഹരിയെ പരമമായ ഭക്തിഭാവത്തോടു കൂടി ഉപാസിക്കുന്നവർ വളരെ 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 വിരളാണ്, അപൂർവമാണ്. ആ സ്ഥിതിക്ക് മഹാപാപി എന്നും ലോകത്തിന് ഉപദ്രവകാരി എന്നും തമോ ഗുണപ്രധാനി എന്നെല്ലാം മുദ്ര കുത്തപ്പെട്ട വൃത്രൻ ആ ഘോര യുദ്ധത്തിനിടയിൽ ഭഗവാൻ ശ്രീഹരിയിൽ അചഞ്ചലമായ ഭക്തി എങ്ങനെയാണ് വളർത്തിയെടുത്തത് എന്ന് അറിഞ്ഞാൽ തരക്കേടില്ല. അതുമാത്രമല്ല, ആ വൃത്രാസുരൻ തൻ്റെ പരാക്രമം കൊണ്ട്, സ്വധർമ്മം കൊണ്ട്, ശത്രുവിനോട് എതിരിടുക എന്ന യോദ്ധാവിൻ്റെ ധർമ്മം കൊണ്ട് ശത്രുവായിട്ടുള്ള ഇന്ദ്രനെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. ഇത് അത്ഭുതകരമായിട്ട് തോന്നുന്നു. പരമഹംസന്മാർക്ക് പോലും അലഭ്യമായിരിക്കുന്ന ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ എപ്രകാരമാണ് ഈ വൃത്രൻ എന്ന അസുരനുണ്ടായത് എന്ന് ചോദിക്കുമ്പോഴാണ് ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞത്, ഹേ പരീക്ഷത്തെ, അത് വൃത്രാസുരൻ്റെ പൂർവജന്മ സുകൃതം എന്നാണ് പറയേണ്ടത്. അതിശ്രേഷ്ഠനായ മഹാഭാഗവതനായിരുന്നു വൃത്രാസുരൻ. പൂർവജന്മത്തിൽ ഒരു ശാപം കൊണ്ട് അസുരനായി തീർന്നതാണ്. ശൂരസേന രാജ്യത്തെ ചിത്രകേതു എന്ന രാജാവായിരുന്നു അദ്ദേഹം. അനേകം ഭാര്യമാരുണ്ടായിരുന്നു. രാജ്യം, സമ്പത്ത് തുടങ്ങിയ സകല സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നു ചിത്രകേതുവിന്. പക്ഷേ അനേകം ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗമുണ്ടായില്ല. ഒടുവിൽ ത്രികാലജ്ഞാനിയായിട്ടുള്ള അംഗിരസ മഹർഷി കൊട്ടാരത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ആദിത്യനെ ഉപാസിക്കുന്ന ഒരു യാഗം നടത്തി. ആ യാഗത്തിൽ നിന്നുണ്ടായ ഹവിർഭാഗം പത്നിയായിട്ടുള്ള കൃതദ്യുതിക്ക് കൊടുത്തു. അങ്ങനെ ആ കൃതദ്യുതി ഗർഭിണിയായി ആദിത്യദേവനെ സങ്കല്പിച്ചുണ്ടാക്കിയ ഹവിസ് ഹോമിച്ച് സൂര്യനെ യജിച്ച് പത്നിമാരിൽ
മൂത്തവളായ കൃതദ്യുതിക്ക് അതിലെ പുരോടാശം യജ്ഞശിഷ്ടം കൊടുത്തു. കൃതദ്യുതി ഗർഭിണിയായി അതിതേജസ്വിയായിട്ടുള്ള ഒരു പുത്രനുണ്ടായി. ആ പുത്രനെ വാത്സല്യിച്ചുകൊണ്ട് ചിത്രകേതു കൃതദ്ധിയുടെ അന്തഃപുരത്തിൽ താമസിക്കണു. ആ പുത്രനോട് അതീവമായ വാത്സല്യം, ആ പുത്രനെ തനിക്ക് നന്ന കൃതദ്ധിതി എന്ന പത്നിയോട് അപാരമായിട്ടുള്ള സ്നേഹം. ഇങ്ങനെ സ്ഥിരമായിട്ട് കൃതദ്ധിയുടെ അന്തഃപുരത്തിൽ വസിച്ചപ്പോൾ മറ്റു പത്നിമാർക്ക് അസൂയയുണ്ടായി. ഞങ്ങൾക്കില്ലാത്ത ഒരു ഭാഗ്യം കൃതദ്ധിതി അനുഭവിക്കേണ്ട എന്ന അസൂയാലുക്കളായ ആ പത്നിമാര് ആ നവജാത ശിശുവിന്, ആ ബാലകന്, കൃതദ്ധിതിയുടെ പുത്രന് വിഷം കൊടുത്തു കൊന്നു. ധാത്രിയോട് എടുത്തുകൊണ്ടുവരാമെന്ന സമയത്ത് മൃതശരീരമാണ് കണ്ടത്, നിശ്ചലനായിട്ട് കിടക്കണു. ധാത്രി ഉറക്കം നിലവിളിച്ചു. ഇതറിഞ്ഞ് കൃതദ്ധിതി മോഹാലസ്യപ്പെട്ട് വീണു. ബോധം വന്നപ്പോൾ ഉറക്കെ അലറി പൊട്ടിക്കരഞ്ഞു. രാജാവ് അലറിക്കരയാൻ തുടങ്ങി. ആ രാജ്യം മുഴുവൻ ദുഃഖത്തിൽ ആണ്ടുപോയി. ഈ പരീക്ഷത്തെ വിഷം കൊടുത്തു കൊന്ന ആ സപത്നിമാര് അവർ മുതലക്കണ്ണീര് ഒലിപ്പിച്ചു, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടില്. ഇങ്ങനെ തൻ്റെ പുത്രന്റെ മൃതശരീരത്തിനടുത്ത് ദീനം വിലപിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രകേതുവിൻ്റെ സമീപത്ത് മൃതപ്രായനായിട്ട് കിടക്കണു ചിത്രകേതുവും പത്നിയും. ആ സമയത്താണ് അവധൂത വേഷത്തിൽ ശ്രീനാരദ മഹർഷിയും അംഗിരസ മഹർഷിയും അങ്ങോട്ട് കയറി ചെന്നത്. അവർ ചോദിച്ചു, ഹേ രാജാവേ, അങ്ങ് എന്തിനാണ് ദുഃഖിക്കുന്നത്? ഈ കിടക്കുന്ന ആളും അങ്ങും തമ്മിൽ എന്താണ് ബന്ധം? ജനനം പോലെ തന്നെയാണ് മരണം. ജാതസ്യ മൃത്യുർധ്രുവ ഏവ സമ്മത എന്ന വൃത്രാസുരന്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടതാണ്. ഒരു ജീവി ജനിക്കിലന്നു ദൈവം കരുതിട്ടുണ്ടവനുള്ള മൃത്യുകാലം, ഒരു ലേശം ഇതൊന്നു മാറ്റിവയ്ക്കാനരുതാർക്കും വിഫലം മനുഷ്യയത്നം എന്ന് സജ്ജനങ്ങളായ കവികൾ പാടിയിരിക്കുന്നു. ജനനം പോലെ തന്നെ സത്യമാണ് മരണവും. ജനിച്ചു കഴിഞ്ഞാൽ മരണമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ജനനത്തിൽ സന്തോഷിക്കുകയോ മരണത്തിൽ ദുഃഖിക്കുകയോ ചെയ്യണ്ട. കാരണം ജനന മരണങ്ങൾ ശരീരത്തിനാണ്, ആത്മാവിനല്ല. ആ ആത്മചൈതന്യത്തിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങ് ദുഃഖിക്കണത്. അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കൂ, മരണത്തിനെ പേടിച്ചിട്ട് കാര്യമില്ല, മരണത്തിനെ തടയാൻ നോക്കിയിട്ട് കാര്യമില്ല, മരണത്തിൽ ദുഃഖിച്ചിട്ടും കാര്യമില്ല. ഭഗവാന്റെ ഇച്ഛയനുസരിച്ചിട്ടാണ് ഓരോ ആത്മാക്കളും ശരീരങ്ങളെ സ്വീകരിക്കുന്നതും ഉപേക്ഷിക്കുന്നതും. ശരീര സ്വീകാരത്തിനെ ജനനം എന്നും ശരീര തിരസ്കാരത്തിനെ മരണം എന്നും പറയണു. ഇത് ലോക സ്വഭാവമാണ്. ഇനി പറഞ്ഞു തരാം, അങ്ങ് എന്തിനാണ് ദുഃഖിക്കുന്നത്? ഒരാൾ മരിക്കുന്നത് അയാളുടെ പ്രാരബ്ധ കർമ്മം അവസാനിക്കുമ്പോഴാണ്. പ്രാരബ്ധ കർമ്മം അനുഭവിച്ചേ തീരൂ എന്നുള്ളതാണ് ഭാഗവതത്തിലുള്ള എല്ലാ പ്രകരണങ്ങളും പറയുന്നത്. നമ്മളാകുന്ന മനുഷ്യർക്ക് ഭക്തിസൂത്രത്തിൻ്റെ ഉപജ്ഞാതാവായുള്ള ശ്രീനാരദ മഹർഷി, ജ്ഞാനയോഗത്തിൻ്റെ കർത്താവായിരിക്കുന്ന അംഗിരസ മഹർഷി ഭാഗവതത്തിലൂടെ നമ്മളാകുന്ന സംസാരികളെ ഉപദേശിക്കുകയാണ്. നമ്മളാകുന്ന മനുഷ്യര് ഏറ്റവും ശ്രദ്ധിച്ച് കേൾക്കേണ്ടതായ, പഠിക്കേണ്ടതായ പ്രകരണമാണ് ചിത്രകേതു ഉപാഖ്യാനം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ നമ്മൾ ദുഃഖിക്കുകയും അലറി വിളിക്കുകയും വളരെ കാലം ദുഃഖനിമഗ്നരായിട്ട് ഇരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ദുഃഖത്തിൽ ആണ്ടുപോയത് കൊണ്ട് മരിച്ചവൻ തിരിച്ചു വരുമോ? ഒരിക്കലുമില്ല. മരണത്തിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല, മരിച്ചവൻ തിരിച്ചു വരില്ല. മരണത്തിനെ തടയാൻ നോക്കിയിട്ട് കാര്യമില്ല, അത് അലംഘനീയമാണ്. മരണത്തിനെ പേടിച്ചിട്ടും കാര്യമില്ല, അത് ഈശ്വരേച്ഛയാണ്. ഇങ്ങനെ മരണം എന്നത് കാലപുരുഷനായിരിക്കുന്ന ഭഗവാന്റെ ഒരു ലീല തന്നെയാണ്. പ്രാരബ്ധം, സഞ്ചിതം, ആഗമം. ആഗമത്തിന് വർത്തമാനം എന്നൊരു മറ്റൊരു പേരുണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ശേഖരിച്ചു വച്ചിരിക്കുന്നതാണ് സഞ്ചിതം എന്ന കർമ്മം. അതിൻ്റെ ഒരംശമാണ് ജനിക്കുമ്പോൾ നമ്മൾ കൂടെ കൊണ്ടുവരുന്നത്, അത് പ്രാരബ്ധം. നമ്മൾ എന്നും ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നത് ആഗമം.
ജനന സമയത്ത് നമ്മൾ കൂടെ കൊണ്ടുവരുന്ന പ്രാരബ്ധം എന്ന കർമ്മത്തിന് എങ്ങനെയായാലും നമ്മൾ അനുഭവിച്ചേ തീരൂ. ഭാഗവതത്തിലെ സകല പ്രകരണങ്ങളിലും പറയുന്നത് അതാണ്. പ്രാരബ്ധ കർമ്മം അനുഭവിച്ചേ തീരൂ, അതിന് വേറെ മാർഗങ്ങളില്ല. അപ്പോൾ ആ പ്രാരബ്ധ കർമ്മം അവസാനിക്കുമ്പോഴാണ് ഒരു ജീവി ഇവിടെ നിന്ന് പോണത്. മരണം എന്ന് പറയണതിൽ ദുഃഖിക്കേണ്ട. കാരണം ഒരു ജീവിയുടെ ഈ സംസാരത്തിലെ പ്രാരബ്ധ കർമ്മം അവസാനിക്കുമ്പോഴാണ്, സംസാരബന്ധം തീരുമ്പോഴാണ് ഈ ശരീരത്തിനെ വിട്ടു പോണത്. അപ്പോൾ പുത്രനായാലും അച്ഛനായാലും അമ്മയായാലും ബന്ധുവായാലും മിത്രമായാലും നമുക്ക് വേണ്ടപ്പെട്ടവർ എന്ന് പറയുന്നത് ആ മമതാബോധം കൊണ്ടാണ്. ആ വേണ്ടപ്പെട്ടവരുടെ വിയോഗത്തിൽ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, മരണം എന്നത് കാലത്തിൻ്റെ സ്വഭാവമാണ്, നമുക്ക് ലംഘിക്കാനായിട്ട് സാധിക്കില്ല. രണ്ടാമത്തേത്, ഈ മരണം എന്ന് പറയുന്നത് ശരീരത്തിനാണ്, ആത്മാവിനല്ല. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ഈ ജനന മരണങ്ങൾ എന്ന് പറയുന്നത് ഈശ്വരേച്ഛയായിട്ടുള്ളതാണ്. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ജീവാത്മാവ് മരിക്കുക എന്ന് പറയണത്, ശരീരം ഉപേക്ഷിക്കുക എന്ന് പറയണത് പ്രാരബ്ധ കർമ്മം അവസാനിക്കുമ്പോഴാണ്. ഏറ്റവും ഒടുവിലായിട്ട് പരമപ്രധാനമായിട്ടുള്ള കാര്യം, ഒരു ജീവാത്മാവ് തിരിച്ചു പോകുന്നത് താൻ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തന്നെയാണ്. യത്രാഗത തത്രഗതം മനുഷ്യം എന്ന സപ്തമസ്കന്ധത്തിൽ പ്രഹ്ലാദ ചരിത്രത്തിൽ നമുക്ക് കാണാം. പരമാത്മാവിൽ നിന്ന് അംശാവതാരമെടുത്ത് ജീവാത്മാവായിട്ട് ദേഹം സ്വീകരിച്ചു. ഈ ദേഹത്തിനെ ഉപേക്ഷിക്കുമ്പോൾ, ദേഹമാകുന്ന ഈ മൺകുടം പൊട്ടുമ്പോൾ, ദേഹവിയോഗത്തിങ്കൽ ഈ ജീവാത്മാവ് പരമാത്മാവിലേക്ക് തന്നെ തിരിച്ചു ലയിക്കണു. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വിയോഗത്തിൽ നമ്മൾ ദുഃഖിക്കല്ല വേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രകരണമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ്. ഇന്നത്തെ സംസാരത്തിലെ മനുഷ്യർ പലരും പറയാറുണ്ട്, എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ ഇന്ന ആള് ഭഗവത്പാദാരവിന്ദങ്ങളിൽ വിലയം പ്രാപിച്ച വിവരം വ്യസനസമേതം അറിയിച്ചു കൊള്ളുന്നു എന്ന് ആധുനികന്മാർ എഴുതാറുണ്ട്. എത്ര പമ്പര വിഡ്ഢിത്തരമാണ് എന്ന് ഭാഗവതം ചോദിക്കുക. ഭഗവത്പാദാരവിന്ദങ്ങളിൽ വിലയം പ്രാപിച്ചാൽ പിന്നെ എന്താ ദുഃഖം? അപ്പൊ ഇന്നത്തെ സംസാരികളുടെ ഭാഷയെ പറഞ്ഞാൽ, ഈ സംസാര സാഗരത്തിൽ കിടന്ന് മുങ്ങി പൊങ്ങുകയായിരുന്നു ആ ജീവാത്മാവ്. നിർദ്ദയനായ ഭഗവാൻ ആ ജീവാത്മാവിനെ സംസാരത്തിൽ നിന്ന് കരകയറ്റി തന്നോട് ചേർത്തു. എന്തൊരു കഷ്ടാണ് എന്ന രീതിയിലാണ്. സംസാര സാഗരേ മഗ്നം എന്ന് പറഞ്ഞ് ക്ലേശിച്ചിരുന്ന ഗജേന്ദ്രന്മാരായ നമ്മുടെ ബന്ധുമിത്രാദികളെ ഭഗവാൻ തന്നോട് ചേർക്കുന്നത്, തന്നിലേക്ക് തിരിച്ചു വിളിക്കുന്നത് ക്രൂരതയാണ് ഭഗവാന്റെ എന്ന് തെറ്റിദ്ധരിക്കണോ ഇന്നത്തെ സംസാരികൾ. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടത് എന്ന് തോന്നുന്നത് കൊണ്ടാണ് പത്രത്തിൻ്റെ താളുകളിൽ, ചരമക്കോളത്തിൽ നൂറുകണക്കിന് ആൾക്കാരുടെ പേരും ഫോട്ടോയും എല്ലാം ഉണ്ടാവാറുണ്ട്. നമുക്കൊന്നും തോന്നാറില്ല. പല അപകട മരണങ്ങളെയും കുറിച്ച് നമ്മൾ കാണാറുമുണ്ട്. പക്ഷേ അതിലൊന്നും നമുക്ക് യാതൊരു ദുഃഖവും തോന്നണില്ല. കൂടി വന്നാൽ നമ്മൾ പറയും അത് കഷ്ടായിട്ടോ എന്ന്. എന്നാൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, ബന്ധു മിത്രാദികളാണെങ്കിൽ, ബന്ധുവോ മിത്രമോ അച്ഛനോ അമ്മയോ സഹോദരനോ അങ്ങനെ വേണ്ടപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ, വേണ്ടപ്പെട്ടത് എന്ന് പറയാൻ കാരണം ആ മമതാബോധം. നമ്മളുമായിട്ട് ബന്ധമുള്ളവരാണെങ്കിൽ ആ ദുഃഖം ജീവിതകാലം മുഴുവൻ നമ്മൾ പേറി നടക്കും. കാരണം എൻ്റെ എന്ന മമതാബോധം. ആ മമതാബോധമാണ് ഈ ദുഃഖത്തിന് കാരണം. ഭാഗവതം ചോദിക്കണു, അങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്ത് കാര്യം? മരിച്ചാൾ തിരിച്ചു വരുമോ? ഇല്ല. അതുകൊണ്ട് മരണത്തിനെ പേടിച്ചിട്ടോ മരണത്തിനെ തടയാൻ നോക്കിയിട്ടോ മരണത്തിൽ ദുഃഖിച്ചിട്ടോ കാര്യമില്ല. ഒരു ജീവാത്മാവ് ശരീരം ഉപേക്ഷിക്കുന്നത് ഈ സംസാര ക്ലേശങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലാണ്, മുക്തിയാണ്, സംസാരത്തിൽ നിന്നുള്ള മോചനമാണ്.
സായുജ്യമാണ്, ഭഗവത് ഐക്യം പ്രാപിക്കലാണ് എന്ന തത്വം മനസ്സിലാക്കിയാൽ നമ്മൾ ആരും ആരുടെയും മരണത്തിൽ ദുഃഖിക്കില്ല. വളരെ മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനാണ് ഈ ചിത്രകേതു ഉപാഖ്യാനത്തിലൂടെ വേദവ്യാസ മഹർഷി ഇന്നത്തെ സംസാരികളായിരിക്കുന്ന വിഷയാസക്തന്മാരായിരിക്കുന്ന മനുഷ്യർക്ക് കൊടുക്കുന്ന ഉപദേശം. ആ ഉപദേശങ്ങളുടെ തുടക്കം തന്നെ നാരദ മഹർഷിയും അങ്കിരസ് മഹർഷിയും ചേർന്ന് ചിത്രകേതുവിനെ ഉപദേശിക്കുന്നതിൽ തുടങ്ങണു. ഹേ രാജാവേ, അങ്ങ് ആരെ പറ്റിയാണ് ദുഃഖിക്കണത്? ഈ കിടക്കുന്ന ശരീരത്തിനെ കുറിച്ചോ? ഈ കിടക്കുന്നത് ജഡമാണ്. പഞ്ചഭൂതാത്മകമായ സപ്തധാതു നിർമ്മിതമായിരിക്കുന്ന ശരീരം ശീര്യതേ, ചീഞ്ഞളിഞ്ഞു പോകുന്നതാണ്. അത് അഗ്നിക്ക് ഇരയാകുന്നതാണ്. ദഹതി, ദഹിച്ചു പോണതാണ്. അതുകൊണ്ടാണ് അതിനെ ദേഹം എന്ന് പറയണേ. അപ്പോൾ ഈ കിടക്കുന്ന ആളും അങ്ങ് തമ്മിൽ എന്താ ബന്ധം? അങ്ങ് ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ജന്മത്തില് ഈ കിടക്കുന്ന ആള് അങ്ങയുടെ ആരെങ്കിലും ആയിരുന്നോ? അങ്ങക്ക് അറിയില്ല, അങ്ങ് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, അങ്ങക്ക് ഓർമ്മയില്ല, അങ്ങനെ സംഭവം ഉണ്ടായിട്ടും ഉണ്ടാവില്ല. ഈ ജന്മത്തില് എന്താണ്? ഇനി അടുത്ത ജന്മത്തില് എന്താവും എന്നൊക്കെ അങ്ങക്ക് അറിയോ? ഈ കിടക്കുന്ന അങ്ങയുടെ പുത്രഭാവത്തിലുള്ള ഈ ശരീരവും അങ്ങയും തമ്മിലുള്ള ബന്ധം പൂർവജന്മത്തിൽ എന്തായിരുന്നു? ഭാവി ജന്മത്തില് എന്തായിത്തീരും? ഇപ്പോൾ എന്താണ് ബന്ധം? ഇത് അറിയാമോ? ഹേ രാജാവേ, ലോകത്തില് ജീവാത്മാക്കള് അവരുടെ കർമ്മവ്യാപാരങ്ങൾ ചെയ്യാൻ, പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഓരോ ശരീരങ്ങളെ സ്വീകരിക്കുകയാണ്. അങ്ങനെ ശരീരങ്ങളെ സ്വീകരിച്ച് പൂർവജന്മത്തിൻ്റെ കർമ്മങ്ങൾ അനുസരിച്ച് ഓരോ ജീവാത്മാക്കൾ ഓരോ ശരീരം സ്വീകരിച്ച് ഓരോ സ്ഥലത്ത് വന്ന് ജനിക്കണു. അച്ഛനായിട്ടും അമ്മയായിട്ടും സഹോദരനായിട്ടും സഹോദരിയായിട്ടും പുത്രനായിട്ടും പുത്രിയായിട്ടും ബന്ധുക്കളായിട്ടും മിത്രങ്ങളായിട്ടും സഹജീവികളായിട്ടും ഒക്കെ അനേക രൂപങ്ങളിൽ അനേകം ജീവാത്മാക്കൾ ദേഹത്തിനെ സ്വീകരിച്ച് ഒരു കുടുംബത്തിൽ വന്നെത്തണു. അങ്ങനെ ഒരു കുടുംബത്തിൽ വന്നെത്തുമ്പോൾ അച്ഛനെന്നും അമ്മയെന്നും പുത്രനെന്നും പുത്രിയെന്നും താൽക്കാലികമായ ഭാവങ്ങളെ സ്വീകരിക്കണം. ഏതുപോലെ എന്നാണെങ്കിൽ ഒരു നദിയുടെ ഒഴുക്കിൻ്റെ ശക്തി അനുസരിച്ച് അതിലെ മൺതരികൾ പരസ്പരം അടുക്കുകയും അകലുകയും ചെയ്യുന്നത് പോലെ, ആ മണൽത്തരികൾ യോജിക്കുകയും വേറിടുകയും ചെയ്യുന്നത് പോലെ, ഇതുപോലെയാണ് കാലശക്തിയാൽ ജീവന്മാരും ഇവയ്ക്കെല്ലാം അധീനരാവണു. കാലപുരുഷനായ ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് ഓരോ ജീവാത്മാക്കൾ ചെയ്യുന്ന കർമ്മത്തിനനുസൃതമായിട്ട് ഒരു കുടുംബത്തിലെ അംഗങ്ങളായിട്ട് വന്ന് ജനിക്കണു. എപ്പോൾ? നാടകമേ ഉലകം എന്ന് പറയുന്നത് പോലെ ഈ ജീവിതം എന്ന നാടകത്തിൽ അച്ഛനായിട്ടും അമ്മയായിട്ടും പുത്രനായിട്ടും പുത്രിയായിട്ടും സഹോദരനായിട്ടും സഹോദരിയായിട്ടും ബന്ധുക്കളായിട്ടും മിത്രങ്ങളായിട്ടും അഭിനയിക്കാനുള്ള ആ പങ്ക് വ്യക്തമായിട്ട് നിർവഹിക്കുക എന്നതാണ് ഓരോ ജീവാത്മാവിൻ്റെയും ധർമ്മം. സംവിധായകനായിരിക്കുന്ന സർവേശ്വരൻ പറയുന്നതനുസരിച്ച് ജീവിതമെന്ന നാടകത്തിൽ നമ്മളാകുന്ന ജീവാത്മാക്കൾ ശരീരസ്വീകാരം ചെയ്ത് അവനവൻ്റെ റോള്, അവനവൻ്റെ പങ്ക് വ്യക്തമായിട്ട് കൃത്യമായിട്ട് നിഷ്ഠയോട് കൂടിയിട്ട് അനുഷ്ഠിക്കുക. ഇതേ ചെയ്യണ്ടു. അപ്പോൾ ഒരു നദിയുടെ പ്രവാഹത്തിൽ മണൽത്തരികൾ കൂടിച്ചേരുകയും 100 മണൽത്തരികൾ ഉണ്ടെങ്കിൽ അല്പനേരം അവ കൂടി വട്ടം കറങ്ങി നിൽക്കും. അത് കഴിഞ്ഞാൽ 100 മണൽത്തരികൾ ഉണ്ടെങ്കിൽ 100 ദിശകളിലേക്ക് പോകും. ഇതാണ് സാധാരണ സ്വഭാവം. യഥാ പ്രയാന്തി സയ്യാന്തി സ്രോതോ വേഗേന വാലുകാ സംയുജ്യന്തേ വിയുജ്യന്തേ തഥാ കാലേന ദേഹിന. ജലപ്രവാഹത്തിൽ പുഴയുടെ ഒഴുക്കിനനുസരിച്ച് മണൽത്തരികൾ കൂടിച്ചേരണു. കുറച്ച് കഴിഞ്ഞാൽ അനേകം മണൽത്തരികൾ അനേക ദിശകളിലേക്ക് പോയിട്ട് അടിയണു. പരസ്പരം പിന്നെ കാണുന്നേ ഇല്ല. ഇതുപോലെ തന്നെയാണ് നമ്മളൊരു യാത്രയിൽ ഇവിടെ നിന്ന്
ദൂരെയുള്ള സ്ഥലത്തേക്ക് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ല 2-3 ദിവസം ട്രെയിനിലിരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് പരസ്പരം പരിചയപ്പെടണു, ചിരിക്കണു, സംസാരിക്കണു, ആഹാര പാനീയാദികൾ കൈമാറ്റം ചെയ്യണു, സുഖകരമായിട്ട് സംസാരിക്കണു, ഉറങ്ങണു. അത് കഴിഞ്ഞാൽ അവനവൻ ഇറങ്ങേണ്ട സ്ഥലമായാൽ ബായ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോണു, പിന്നെ കാണാം എന്ന് പറഞ്ഞു പോണു. ഒരു മോഹവാക്ക പറയണത്. എവിടെ പിന്നെ കാണുന്നത്? പിന്നെ ഒരിക്കലും ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും, ജീവിതത്തിലേ കണ്ടില്ല എന്ന് വരും. എങ്കിലും കാണാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കാണുന്നതേ ഇല്ല. അപ്പോൾ ട്രെയിൻ യാത്ര എന്ന് പറയുന്ന താൽക്കാലികമായ ചെറിയ അളവില് യാത്രക്കാർ പരസ്പരം കുശലപ്രശ്നങ്ങൾ നടത്തി സൗഹാർദ്ദത്തിൽ ഏർപ്പെടുന്നത് പോലെ തന്നെയാണ് ഈ ജീവിതമാകുന്ന നാടകത്തിൽ സംവിധായകനായ ഈശ്വരന്റെ നിർദ്ദേശമനുസരിച്ച് പാവകളെപ്പോലെ കഥാപാത്രങ്ങളായിരിക്കുന്ന സകല ജീവികളും അവനവൻ്റെ പങ്ക് വഹിക്കണത്, അവനവൻ്റെ പങ്ക് ശ്രേഷ്ഠമായിട്ട് ആത്മാർത്ഥമായിട്ട് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കണത് എന്നർത്ഥം. ഇങ്ങനെ സകല ജീവന്മാരും ആ കാലത്തിന് അധീനമാണ്. മറ്റൊരു ഉദാഹരണം പറയണു ശ്രീനാരദ മഹർഷി. ചിലപ്പോൾ വിത്തുകളിൽ നിന്ന് വിത്തുകൾ മുളയ്ക്കാറുണ്ട്. ചിലപ്പോഴേ ഉള്ളൂ അത്, ചിലപ്പോൾ മുളയ്ക്കാറുമില്ല. ഈശ്വരമായാൽ പ്രേരിതരായിട്ട് ജീവന്മാരുടെയും അവസ്ഥ ഇതുപോലെ തന്നെയാണ്. ഹേ രാജാവേ, ഞങ്ങളും അങ്ങും ഈ വർത്തമാനകാലത്തുണ്ട്. ഇപ്പം നമ്മൾ ഒത്തുചേർന്ന് സംസാരിക്കണു. മുമ്പ് നമ്മളിങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മളുണ്ടായിരുന്നില്ല ഇങ്ങനെ. ഇനി ഭാവിയിൽ ഉണ്ടാവോ? ഭാവിയിൽ ഉണ്ടാവുകയും ഇല്ല. ഈ താൽക്കാലികമായ സമയത്ത്, ഈ വർത്തമാനകാലത്ത് മാത്രം നമ്മുടെ ഒത്തുചേരൽ ഉണ്ടായി. ഈ ഒത്തുചേരലും ശാശ്വതമല്ല. ഇതിനെല്ലാം കാരണം ജന്മാതിരഹിതനും സകല ജീവരാശികളുടെയും അധിപതിയായ, അതുകൊണ്ടാണ് നാരായണൻ എന്ന് പറയുന്നത്. നാരം എന്ന് പറഞ്ഞാൽ ജീവസമൂഹം എന്നാണ്. അയനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയോഗിക്കുക, പ്രേരിപ്പിക്കുക എന്നൊക്കെ അർത്ഥം. സകല ജീവരാശികളുടെയും നിയന്താവായിരിക്കുന്ന നാരായണനാണ് ഇതിനെല്ലാം കാരണം. അദ്ദേഹം യാതൊരു ഉദ്ദേശ്യവുമില്ലാത്തവനുമായ ഈശ്വരൻ കളിക്കുന്ന ഒരു കുട്ടിയെപ്പോലെ ഒരു വിനോദത്തിനെന്നോണം നിർമ്മിച്ചതാണ് ഈ പ്രപഞ്ചം മുഴുവൻ. ഇത് നമുക്ക് അഷ്ടമസ്കന്ധത്തിൽ മഹാബലി ചരിത്രത്തിൽ പറയുമ്പോൾ മഹാബലിയുടെ പത്നിയായിട്ടുള്ള വിന്ധ്യാവലി വാമനമൂർത്തിയോട് പറയണ കേൾക്കാം. ക്രീഡാർത്ഥ ആത്മന ഇദം ത്രിജഗൽ കൃതം തേ എന്ന്. ക്രീഡാർത്ഥം, സർവശക്തനായ സർവേശ്വര, അങ്ങ് കളിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു കൊച്ചുകുട്ടി കടൽ തീരത്ത് മണലുകൊണ്ട് കൊട്ടാരമുണ്ടാക്കി കളിക്കുന്ന അതേ ലാഘവത്തിൽ അങ്ങ് ഈ ചരാചരങ്ങളെ മുഴുവൻ ക്രീഡാർത്ഥം, കളിക്കാൻ വേണ്ടിയിട്ട് ഈ ത്രിഭുവനന്ദനെ മുഴുവൻ ഒരു കളിക്കോപ്പാക്കി മാറ്റിക്കൊണ്ട് അങ്ങ് ഈ ലോകങ്ങളെ സൃഷ്ടിക്കണു, അങ്ങ് ലീലകൾ നടത്തുന്നു. അങ്ങനെയുള്ള സർവേശ്വരൻ ഒരു കളിക്കോപ്പ് പോലെ ഈ ത്രിലോകങ്ങളെ എടുത്തുകൊണ്ട് കളിക്കണു. താൻ നിർമ്മിച്ചവയിൽ നിന്ന് വേറെ വസ്തുക്കളെ സൃഷ്ടിക്കണു, അവയെ പരിപാലിക്കണു, ഒടുവിൽ സംഭരിക്കണു. ഒരു വിത്തിൽ നിന്ന് വേറൊരു വിത്ത് എന്ന മട്ടിൽ ഒരു ദേഹിയുടെ ദേഹം കൊണ്ട് വേറൊരു ദേഹത്തിന് ജന്മം കൊടുക്കണു. അതായത് മാതാപിതാക്കളിൽ നിന്ന് സന്താനം എന്ന ഒരു ദേഹത്തിന് ജന്മം കൊടുക്കണു. എന്നാൽ ദേഹി എന്നത് സ്ഥിരമാണ്, അതൊന്നേയുള്ളൂ. വേറെ 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 ദേഹി എന്നില്ല. അച്ഛന് ഒരു ദേഹി, അമ്മയ്ക്ക് വേറൊരു ദേഹി, പുത്രന് മൂന്നാമതൊരു ദേഹി, അങ്ങനെയില്ല. ദേഹി, ആത്മാവ്, ഈശ്വരൻ, ചൈതന്യം ഒന്നേയുള്ളൂ. ശരീരത്തിന് മാത്രമാണ് വ്യത്യാസം. ആ ശരീരത്തിൽ പ്രതിഫലിക്കണു ഈ ജീവചൈതന്യം. ഒരേ സൂര്യൻ 3 കണ്ണാടി വെച്ചാൽ 3 എണ്ണമായിട്ടും 5 കണ്ണാടി വെച്ചാൽ 5 എണ്ണമായിട്ടും 10 കണ്ണാടി വെച്ചാൽ 10 സൂര്യന്റെ പ്രതിബിംബവും ഉണ്ടാകുന്നത് പോലെ ദേഹങ്ങൾ വേറെ വേറെ ഉണ്ടാവണു, ജീവൻ അവയിൽ പ്രതിഫലിക്കണു, അല്ലാതെ വെവ്വേറെ ജീവനുകളില്ല. ആത്മാവ് ഏകനാണ്, ഏകമേവ അദ്വിതീയം ബ്രഹ്മ. ചൈതന്യം ഒന്ന് തന്നെയുള്ളൂ. അതിൻ്റെ പ്രതിബിംബങ്ങളാണ്
പ്രതിഫലനങ്ങളാണ് എല്ലാ ജീവജാലങ്ങളും. ദേഹി എന്നത് ഏകമാണ്, സ്ഥിരമാണ്, അവ്യയമാണ്, അദ്വയമാണ്, അവിനാശിയാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ദേഹം, പലതരത്തിലുള്ള ദേഹി എന്ന വിഭജനം തന്നെ മിഥ്യാബോധത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്, അവിദ്യയുടെ ഫലമാണ്. പലതരത്തിലുള്ള ദേഹി അങ്ങനെയില്ല. അതുകൊണ്ട് രാജാവേ, അങ്ങ് കണ്ണു തുറക്കൂ, അങ്ങ് അറിവുള്ളവനാണ്. പക്ഷേ പുത്രൻ്റെ വിയോഗം കൊണ്ട്, പുത്രൻ്റെ ദേഹവിയോഗം കൊണ്ട്, അങ്ങയുടെ ഭാഷയെ പറഞ്ഞാൽ പുത്രൻ്റെ മരണം കൊണ്ട്, സ്നേഹവാത്സല്യങ്ങളാൽ ദുഃഖത്താൽ അന്ധനായി തീർന്നതുകൊണ്ട് അങ്ങേക്കിത് മനസ്സിലാവാത്തതാണ്. വാർദ്ധക്യദശയിലുണ്ടായ ഏക സന്താനത്തിൻ്റെ വിയോഗം അങ്ങയെ ദുഃഖിപ്പിച്ചതാണ് കാരണം. ഇതെല്ലാം പ്രകൃതി നിയമമാണ്. നമുക്കതിൽ യാതൊരു പങ്കുമില്ല, നമുക്കതൊന്നും ചെയ്യാനും സാധിക്കില്ല. ഒരു ജീവിയെ ജനിപ്പിക്കാനോ മരിപ്പിക്കാനോ നമുക്ക് സാധിക്കില്ല. കാരണം ആത്മാവ് അവ്യയനാണ്, അദ്വയനാണ്, അവിനാശിയാണ്. ശ്രീനാരദ മഹർഷിയും അംഗിരസ മഹർഷിയും ഒരുപാട് തത്വങ്ങൾ പറഞ്ഞ് രാജാവിനെ ബോധവാനാക്കുകയാണ്. ഹേ രാജാവേ, ഒരു വൃക്ഷത്തിൻ്റെ ചില വിത്തുകൾ മുളയ്ക്കും, അത് വളർന്ന് കായ്ച്ച് അതിൽ നിന്ന് വീണ്ടും വൃക്ഷമുണ്ടാവണു, വിത്തുകൾ ഉണ്ടാവണു. എന്നാൽ ചില വിത്തുകൾ മുളയ്ക്കില്ല. ഇതിനെന്താ കാരണം? ചില വിത്തുകൾ മുളയ്ക്കണു, ചില വിത്തുകൾ മുളയ്ക്കണില്ല എന്ന് പറഞ്ഞാൽ അത് പ്രകൃതി നിയമമാണ്. സർവേശ്വരൻ്റെ ശക്തിയായ പ്രകൃതിയുടെ നിയമാണത്. അതിനാണ് ജീവശാസ്ത്രകാരനായ, ആധുനിക ജീവശാസ്ത്രകാരനായ ചാൾസ് ഡാർവിൻ പറഞ്ഞത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അർഹതയുള്ളവയുടെ അതിജീവിക്കൽ. ആധുനിക ജീവശാസ്ത്രകാരനായ ചാൾസ് ഡാർവിൻ എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് വേദവ്യാസ മഹർഷി എന്ന മഹാശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കണു ഇതെല്ലാം. ഇത് കാലത്തിൻ്റെ നിയമമാണ്. കാലമെന്നോ പ്രകൃതിയെന്നോ മായയെന്നോ എല്ലാം പറയുന്ന ഭഗവത് ശക്തിയുടെ സ്വാധീനം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ ചില വിത്തുകൾ മുളയ്ക്കും, ചില വിത്തുകൾ മുളയ്ക്കില്ല. കാരണം എന്താണെന്നുള്ളത് അജ്ഞാതാണ്. അപ്രകാരം തന്നെ ചിലർക്ക് സന്താനങ്ങൾ ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. ഉണ്ടാവുന്ന സന്താനം ചിലർക്കത് പരമ്പരയായിട്ട് വളരും, ചിലർക്കത് പരമ്പരയായിട്ട് വളരില്ല. ഇതെല്ലാം പ്രകൃതി നിയമമാണ്. അതായത് ഈശ്വരൻ്റെ മായയുടെ വൈഭവമാണെന്ന് മനസ്സിലാക്കൂ രാജാവേ. ഞങ്ങളാകുന്ന ഋഷിമാരും അങ്ങും ഒരേ കാലത്ത് ജീവിക്കണു. ഇപ്പൊ നമ്മൾ കണ്ടുമുട്ടി, നമ്മൾ ചർച്ച ചെയ്തു. എല്ലാ കാലത്തും ഇതുണ്ടായിക്കൊള്ളുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂതകാലത്തും ഭാവി കാലത്തിലും അങ്ങനെ ഒത്തുചേരണമെന്നില്ല. ജന്മാതിരഹിതനാണ് ഈശ്വരൻ. ആ ഈശ്വരൻ ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിയാദി ലീലകളെ നടത്തുന്നു. മഹദാദികളെ സൃഷ്ടിച്ചു, അവയിൽ നിന്ന് ശരീരങ്ങളെ സൃഷ്ടിക്കണു, രക്ഷിക്കണു, സംഹരിക്കണു. സൃജത്യവത്യത്തി ന സജ്ജതയസ്മിൻ. ആ വ്യാസനാരദ സംവാദത്തിൽ പ്രഥമ സ്കന്ധത്തിൽ നമ്മൾ കണ്ടതാണ്. സൃഷ്ടിക്കണു, പരിപാലിക്കണു, സംഹരിക്കണു. പക്ഷേ ഭഗവാൻ അതിൽ കർത്തൃത്വമോ അഥവാ ഭോക്തൃത്വമോ ഇല്ല. ഈ തത്വമാണ് ഭഗവാന്റെ ലീല എന്ന് പറയണത്. അപ്പോൾ ഭഗവാൻ സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ നടത്തുന്നു എന്നുണ്ടെങ്കിലും പരമാർത്ഥമായിട്ടുള്ള സത്ത, യാഥാർത്ഥ്യം എന്നുള്ളത് സൃഷ്ടിയിലില്ല. പിതാവിൻ്റെ ആത്മാവിനോട് ബന്ധപ്പെട്ട ശരീരവും മാതാവിൻ്റെ ആത്മാവോട് ബന്ധപ്പെട്ട ശരീരവും തമ്മിലുള്ള സംയോഗം കൊണ്ട് സന്താനത്തിൻ്റെ ശരീരം ഉണ്ടാവുന്നു. എന്നാൽ സന്താനത്തിൻ്റെ ശരീരം ഉണ്ടാവുന്നു എന്നല്ലാതെ മൂന്നാമത് ഒരാത്മാവ് ഉണ്ടാവണില്ല. ഇവിടെ മാതാപിതാക്കളുടെ രണ്ടുപേരുടെയും ആത്മാവ് നിത്യനാണ്, ഏകനാണ്, കർത്തൃത്വഹീനനാണ്, ഭോക്തൃത്വഹീനനാണ്. ഈ വീക്ഷണത്തിൽ ഭിന്ന ശരീരങ്ങളിൽ കുടികൊള്ളുന്നതായ ദേഹി ഒന്ന് തന്നെ, നേരത്തെ പറഞ്ഞത് തന്നെ. ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന
ഒരേ ഒരു സൂര്യൻ 10 കണ്ണാടി വച്ചാൽ 10 തോന്നുന്നത് പോലെ, 10 പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഏകനായിരിക്കുന്ന ആത്മാവ് അനേകം ശരീരങ്ങളിൽ പലതായിട്ട് ഭാസിക്കണു, പ്രകാശിക്കണു, ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ആത്മാവ് ഒന്ന് തന്നെയാണ്. അപ്പൊ ദേഹി ഒന്ന് തന്നെയാണ്. ഒരു ശരീരം അതിനൊരു ആത്മാവ്, വേറൊരു ശരീരം അതിന് വേറൊരു ആത്മാവ് എന്ന സങ്കല്പം മിഥ്യയാണ്, അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്, അധ്യാസമാണ്, മിഥ്യാബോധാണ്. ഇത് അനാദികാലം മുതൽക്കുള്ള അജ്ഞതയിൽ നിന്ന്, തെറ്റിദ്ധാരണയിൽ നിന്ന് ഉടലെടുത്തതാണ്. ഹേ രാജാവേ, ഇതിനെല്ലാം കാരണം ഭഗവത് മായയുടെ സ്വാധീനാണ് എന്ന് മനസ്സിലാക്കൂ. അതുകൊണ്ട് അങ്ങയുടെ പുത്രൻ എന്ന് പറയുന്ന ഈ ശരീരത്തിലെ ജീവാത്മാവ് ഈ ദേഹത്തിനെ ഉപേക്ഷിച്ചു പോയതിൽ അങ്ങ് ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങും ഈ പുത്രൻ എന്ന ശരീരവും തമ്മിലുള്ള ബന്ധം താൽക്കാലികം മാത്രമാണ്. ആ ജീവിയുടെ കർമ്മബന്ധം അവസാനിച്ചപ്പോൾ അങ്ങുമായിട്ടുള്ള ബന്ധവും അവസാനിച്ചു. അതുകൊണ്ട് ഹേ രാജാവേ, ഈ ദുഃഖത്തിൽ, ഈ ശിശുവിൻ്റെ ദേഹവിയോഗത്തിൽ അങ്ങ് ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയെല്ലാം ആത്മോപദേശം കൊടുത്തിട്ടും മതിയായില്ല ചിത്രകേതുവിന്. അദ്ദേഹം പറഞ്ഞു, ഹേ ദിവ്യന്മാരെ, മഹർഷിമാരെ, നിങ്ങൾ പറയുന്ന വാക്യങ്ങൾ എനിക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കണില്ല. വേണ്ടപ്പെട്ടവരുടെ ദേഹവിയോഗത്തിൽ ദുഃഖിക്കണ്ട എന്ന് അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ചിത്രകേതു പറയണു, ചിത്രകേതുവിൻ്റെ പുത്രനാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. ആ മരണത്തിൽ ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധി അത്ര വികസിച്ചിട്ടില്ല. ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മൃഗപ്രായനാണ്, ബുദ്ധിഹീനനാണ്, അജ്ഞാന അന്ധകാരത്തിൽ വീണുപോയവനാണ്. അങ്ങനെയുള്ള എനിക്ക് നിങ്ങൾ ജ്ഞാനദീപം കൊളുത്തിയിട്ട് വഴി കാണിച്ചു തരണം. അസതോമ സദ്ഗമയ, മൃത്യോർമ അമൃതംഗമയ എന്ന രീതിയിൽ പറയണു. അജ്ഞാന അന്ധകാരത്തിൽപ്പെട്ട് ഉഴലുന്ന എനിക്ക് ജ്ഞാനത്തിൻ്റെ പ്രകാശം നിങ്ങൾ കാണിച്ചു തരണം. നിങ്ങൾ പറയുന്നത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല. വീണ്ടും ശ്രീനാരദ മഹർഷിയും അംഗിരസ് മഹർഷിയും പറഞ്ഞു. ആദ്യം അംഗിരസ് മഹർഷി പറയണു, ഹേ രാജാവേ, അങ്ങ് പുത്രനുണ്ടാവാൻ ഉദ്ദേശിച്ച് കൊതിച്ച സമയത്ത് അതിലേക്ക് വേണ്ട സൽക്കർമ്മം ചെയ്യിച്ച്, യാഗം ചെയ്യിച്ച് അങ്ങേക്ക് ഒരു പുത്രനെ നൽകിയ അംഗിരസാണ് ഞാൻ. എൻ്റെ കൂടെ ഇരിക്കുന്നത് ഭക്തിസൂത്രത്തിൻ്റെ ഉപജ്ഞാതാവായ ശ്രീനാരദ മഹർഷി, ബ്രഹ്മപുത്രൻ, ത്രികാലജ്ഞാനിയാണ്. അങ്ങയെപ്പോലെയുള്ള ശ്രേഷ്ഠനായ ഒരു പരമഭക്തൻ ഇങ്ങനെ മറുകര കാണാത്ത അജ്ഞാന അന്ധകാരത്തിൽ മുങ്ങിക്കിടക്കരുത്. അങ്ങയെപ്പോലുള്ള ഭഗവത് ഭക്തന്മാർ ഇത്തരം ശോകത്തിന് അടിമപ്പെടരുത്. അങ്ങ് ഭഗവാന്റെ ഉപാസകനല്ലേ. ഇത് അങ്ങയെ മനസ്സിലാക്കി തരാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അംഗിരസ് മഹർഷി പറയണു, ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ അങ്ങയ്ക്ക് പരമമായ ജ്ഞാനോപദേശം ചെയ്യണം എന്ന് കരുതിയാണ് വന്നത്. അങ്ങയ്ക്ക് പുത്രനില്ല എന്നും എനിക്ക് മനസ്സിലായി. ആ പുത്രൻ്റെ ദുഃഖം, പുത്രനില്ലാത്തത് ദുഃഖമാക്കേണ്ട കാര്യമില്ല. ഇത് ആത്മദേവന്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടതാണ്, ഭാഗവത മഹാത്മ്യത്തിൽ. അവിടെയും ഒരു യോഗീശ്വരൻ പറയും, പുത്രനെന്നും ഗൃഹമെന്നും പത്നി എന്നുമുള്ള ആസക്തിയെ അങ്ങ് ഉപേക്ഷിക്കൂ, ഭക്തിയോഗത്തിനെ സ്വീകരിക്കൂ എന്ന്. പക്ഷേ കേട്ടില്ല ആത്മദേവൻ. അതുകൊണ്ടാണ് ആ യോഗി ഒരു പഴം കൊടുത്തതും ധുന്ധുകാരി എന്നും അതുപോലെ തന്നെ ഗോകർണൻ എന്ന് പറയുന്ന പുത്രന്മാരുണ്ടായ കഥ നമ്മൾ കണ്ടു മാഹാത്മ്യത്തിൽ. അതേ കഥാസാരം തന്നെ ഇവിടെ പറയണു. പരമമായ ജ്ഞാനോപദേശം ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ആദ്യം ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നത്. പക്ഷേ അങ്ങേക്കൊരു പുത്രനില്ല എന്ന ദുഃഖം കണ്ടപ്പോൾ അതിന് പരിഹാരം ചെയ്തതാണ്. ഹേ ശൂരസേന രാജാവേ, ഒരു പുത്രൻ ഉണ്ടായാലത്തെ ദുഃഖം ഇപ്പം അങ്ങ് അനുഭവിച്ചില്ലേ? പത്നി, പുത്രൻ, ഗൃഹം, സിംഹാസനം, ധനം,
ഐശ്വര്യം, മറ്റ് ശബ്ദാദി വിഷയങ്ങളെല്ലാം നൈമിഷികമായ സുഖങ്ങൾ തരുന്നത് മാത്രമാണ്. ഏത് നിമിഷം വേണമെങ്കിൽ അവയെല്ലാം നഷ്ടപ്പെടാം. രാജകീയമായ ഐശ്വര്യങ്ങളും ഭൂമിയും രാജ്യം, സൈന്യം, ഭണ്ഡാരം, ഭൃത്യന്മാര്, മന്ത്രിമാര്, ബന്ധുക്കള്, ഇവയെല്ലാം ദുഃഖങ്ങളെ തരുന്നതാണ്. ഇവയെല്ലാം ദുഃഖത്തിലും മോഹത്തിലും അവസാനിക്കുന്നവയും ഗന്ധർവ നഗരം പോലെ മിഥ്യാബോധത്തിനെ ഉണ്ടാക്കുന്നതുമാണ്. അതുകൊണ്ട് മനസ്സിലാക്കൂ ഹേ രാജാവേ, സർവേപി ശൂരസേനേ മേ ശോകമോഹഭയാർത്തിദ ഗന്ധർവനഗര പ്രഖ്യാ സ്വപ്നമായ മനോരഥ. ഇതെല്ലാം സ്വപ്നം പോലെ താൽക്കാലികമായിട്ട് ഉള്ളതാണ്. അതിൽ സത്യത്വം ഇല്ല എന്ന് മനസ്സിലാക്കൂ. സ്വപ്നം എന്ന് പറഞ്ഞാൽ സ്വകാലെ സത്യവദ്ഭാതി, അനുഭവിക്കുന്ന സമയത്ത് എല്ലാം ശരിയാണ് എന്ന് തോന്നുന്ന സ്വപ്നം പോലെ ഇത് മനസ്സിലാക്കൂ. ഇതെല്ലാം താൽക്കാലികമായിട്ടുള്ള സുഖങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ശാശ്വതമായിട്ടുള്ള സുഖം ഇതൊന്നും തരില്ല. കാരണം ഇതിനൊന്നും സത്യത്വമില്ല. ഭാര്യയെന്നോ പുത്രനെന്നോ സമ്പത്തെന്നോ ഗൃഹമെന്നോ കൊട്ടാരമെന്നോ സിംഹാസനമെന്നോ അധികാരമെന്നോ ഐശ്വര്യമെന്നോ സൗന്ദര്യമെന്നോ പറയുന്നതൊക്കെ ഏത് നിമിഷം വേണമെങ്കിൽ നഷ്ടപ്പെടാം. വൃത്രാസുരന്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടാണ് വൃത്രാസുരൻ ഇന്ദ്രനോട് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് നമ്മൾ കേട്ടു. ഭഗവാൻ ആരെ അനുകൂലിക്കുന്നുവോ അവർക്ക് സകല ഐശ്വര്യങ്ങളും ഉണ്ടാവും. ഭഗവാൻ പ്രതികൂലമാണെങ്കിൽ ഇതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. അതായത് ലോകത്തിൽ ഒന്നും ശാശ്വതമായിട്ടില്ല. കർമ്മഫലത്തിനനുസരിച്ച് ഈശ്വരൻ ഫലദാതാവായിട്ട് നിൽക്കുമ്പോൾ ഈശ്വരൻ അനുകൂലമാണെങ്കിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാം നശിക്കുകയും ചെയ്യും. ലോകത്തിൽ സത്യത്വം ഈശ്വരന് മാത്രമേ ഉള്ളൂ. ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന മഹാ ആപ്തവാക്യത്തിനെ ഇവിടെ ബോധിപ്പിക്കണു ശ്രീനാരദ മഹർഷിയും അംഗിരസ മഹർഷിയും ചേർന്ന്. ഹേ രാജാവേ, ദൃശ്യമാന വിനാർത്ഥേന ന ദൃശ്യന്തേ മനോഭവ കർമ്മഭിധ്യായതോ നാനാകർമാണി മനസോഭവൻ. ഈ പ്രപഞ്ചത്തിനും അതിലുള്ള യാതൊന്നിനും പാരമാർത്ഥികമായ സത്യത്വം ഇല്ല. കേവലം മായാകൽപിതമാണ്. സത്യം എന്ന് പറഞ്ഞാൽ ത്രികാലങ്ങളിലും നിലനിൽക്കുന്നത്, ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും നിലനിൽപ്പുള്ളത്, നശിക്കാത്തത്, അവിനാശി എന്നാണ് അർത്ഥം. അത് ആത്മാവ് മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ, ഭഗവാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം നശിക്കുന്നതാണ്. ഇനി ഈ വസ്തുക്കളിലെല്ലാം സത്യത്വം കൽപ്പിക്കുകയാണെങ്കിൽ അത് മായ കൊണ്ട് തോന്നുന്നത് മാത്രമാണ്. നമുക്കറിയാം, നമ്മളൊരു വിത്ത് നട്ടാൽ അത് മുളച്ച് ചെടിയായി വൻ വൃക്ഷമായി പുഷ്പിച്ച് കായച്ച് ഏറ്റവും അവസാനം നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ അത് മറിഞ്ഞ് വീടും നശിക്കണം. അപ്പൊ ജന്മാദി ഷഡ്ഭാവങ്ങൾ ഉണ്ടാവുക, വളരുക, നിലനിൽക്കുക, വർദ്ധിക്കുക, ക്ഷയിക്കുക, നശിക്കുക തുടങ്ങിയിട്ടുള്ള ആ 6 ജന്മാദി ഷഡ്ഭാവങ്ങൾ എല്ലാത്തിനും ഉണ്ട്. ഇല്ലാത്തത് ആത്മാവിന് മാത്രമേ ഉള്ളൂ, പരമാത്മാവിന് മാത്രമേ ഉള്ളൂ, ഈശ്വരന് മാത്രമേ ഉള്ളൂ. മനസ്സിന്റെ സങ്കല്പത്തിൽ പലതും ദൃശ്യമാവും, പിന്നെ അത് കാണില്ല. ഓരോന്നും ഇങ്ങനെ കണ്ടും പോയും ഇരിക്കും. കർമാസക്തി ഉള്ളവന്റെ മനസ്സ് കർമ്മവാസനയാൽ കലുഷിതമായി തീരണു. ഭഗവാൻ ഇത് ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവനോട് പറയുന്നുണ്ട്. വിഷയൻ ധ്യായതശ്ചിത്തം വിഷയേഷു വിഷജ്ജതേ മാമനുസ്മരതശ്ചിത്തം മാമേവ പ്രവിലീയതേ മയ്യേവ പ്രവിലീയതേ എന്ന് ഭഗവാനോട് പറയും. വിഷയങ്ങളെ നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവന്റെ മനസ്സിലേക്ക് വിഷയങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. അവൻ വിഷയാസക്തനായിട്ട് തീരണു. അപ്പോൾ ഭാര്യ, പുത്രൻ തുടങ്ങിയ വിഷയാസക്തിയാണ്, അങ്ങടെ ഏഷണയാണ് ഏറ്റവും പ്രശ്നം. പുത്രൈഷണ എന്ന ഏഷണയാണ് അങ്ങടെ ദുഃഖത്തിന് കാരണം. ഏഷണാത്രയങ്ങളാൽ ബദ്ധനാണ് ഒരു ജീവാത്മാവ്. ദാരേഷണ, വിത്തേഷണ, പുത്രേഷണ എന്നുള്ള 3 ഏഷണാത്രയങ്ങൾ പറയണു. അപ്പൊ ഈ പ്രാപഞ്ചിക വിഷയങ്ങളോടുള്ള ഏഷണ, അപ്പൊ ദാരേഷണ, പുത്രേഷണ, ലോകേഷണ എന്ന് ചിലർ പറയും. ഈ ലോകത്തിനോടുള്ള ഏഷണ, ആസക്തി, അതാണ് ഏറ്റവും ദുഃഖപ്രദമായിട്ടുള്ളത്. ജീവാത്മാവിൻ്റെ ദേഹാഭിമാനമാണ്
മമതാബോധമാണ്, എൻ്റെ എന്ന തോന്നലാണ്, മനസ്സിൻ്റെ വൈകല്യമാണ് ഈ പുത്രാദി വിയോഗ ദുഃഖത്തിന് കാരണം. അങ്ങനെ ശരീരാഭിമാനം കൊണ്ട് ജീവാത്മാവിന് അനേകം ക്ലേശങ്ങളെ സഹിക്കേണ്ടതായിട്ട് വരുന്നു. അയം ഹി ദേഹിനോ ദേഹോ ദ്രവ്യജ്ഞാനക്രിയാത്മക ദേഹിനോ വിവിധ ക്ലേശ സന്താപ കൃതാഹൃത. ദേഹാഭിമാനിയായിട്ടുള്ള ജീവാത്മാവിന് പലതരത്തിലുള്ള ക്ലേശങ്ങൾക്കും ദുഃഖങ്ങൾക്കും കാരണമായത് ഈ ദേഹം തന്നെയാണ്. ദിവ്യജ്ഞാനക്രിയകൾ ചേർന്ന ഈ ദേഹം തന്നെയാണ്, പഞ്ചഭൂതാത്മകമായ ഈ ശരീരം തന്നെയാണ്. ദ്രവ്യം, ജ്ഞാനം, ക്രിയ എന്നിവയുടെ സംഘാതമായിരിക്കുന്ന പഞ്ചഭൂതാത്മകമായ ഈ ശരീരം ജീവാത്മാവിനെ ഭ്രമിപ്പിച്ച് ക്ലേശത്തിലേക്ക് നയിക്കണു. യഥാർത്ഥത്തിൽ ദ്വൈതഭാവം പ്രപഞ്ചത്തിനില്ല. ഭഗവാനിൽ നിന്ന് അന്യമായ ഭാവം പ്രപഞ്ചത്തിനില്ല. ഭഗവാന്റെ സ്ഥൂല രൂപമാണ് പ്രപഞ്ചം. ആ ബ്രഹ്മത്തിൻ്റെ പ്രതിഫലനമാണ്, പ്രതിബിംബമാണ്, സ്ഥൂലരൂപമാണ് ഈ പ്രപഞ്ചം എന്ന് പറയണത്. പക്ഷേ ആ പ്രപഞ്ചത്തിന് മിഥ്യാത്വമാണ്, ഭഗവാന് സത്യത്വമാണ്. അപ്പൊ പ്രപഞ്ചത്തിന് ദ്വൈതഭാവം ഉണ്ട് എന്ന സങ്കല്പം, പ്രപഞ്ചം സത്യമാണ് എന്ന സങ്കല്പം, അതാണ് അപകടകാരണം. അതുകൊണ്ട് ഹേ രാജാവേ, ആ സങ്കല്പത്തിനെ ഉപേക്ഷിച്ച്, ദേഹാഭിമാനത്തിനെ ഉപേക്ഷിച്ച്, പ്രപഞ്ചത്തിൻ്റെ സത്യത്വബോധം എന്ന തെറ്റിദ്ധാരണയെ ഉപേക്ഷിച്ച് അങ്ങ് ജീവിക്കൂ. പ്രപഞ്ചം മിഥ്യയാണെന്ന് മനസ്സിലാക്കൂ. പ്രാപഞ്ചിക വിഷയങ്ങൾ സത്യമാണെന്ന തെറ്റിദ്ധാരണയെ ഉപേക്ഷിച്ച് അദ്വൈത ചിന്തയിൽ വ്യാപൃതനായാൽ അങ്ങക്ക് മനഃശാന്തി തന്നെത്താനെ കൈവരും. അങ്ങ് അഹം മമത ബോധത്തിനെ ഉപേക്ഷിക്കുക. അങ്ങനെ ഉപേക്ഷിച്ചാൽ മാത്രമാണ് അങ്ങക്ക് അദ്വൈത ഭാവത്തിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് അംഗിരസ മഹർഷി പറഞ്ഞു നിർത്തിയപ്പോൾ ശ്രീനാരദ മഹർഷി പറയണു, ഹേ രാജാവേ, അങ്ങക്ക് ഞാനൊരു മന്ത്രം ഉപദേശിക്കാം. ദേഹശുദ്ധിയോട് കൂടിയിട്ട്, മനഃശുദ്ധിയോട് കൂടിയിട്ട് അത് സ്വീകരിച്ച് ജപിച്ച് സിദ്ധി വരുത്താം. എന്നാൽ 7 രാത്രി കൊണ്ട് അങ്ങക്ക് സംഘർഷമൂർത്തിയെ ദർശിക്കാനായിട്ട് സാധിക്കും. അങ്ങ് ശ്രേഷ്ഠനായിട്ട് തീരും. ശ്രീപരമേശ്വരൻ മുതലായുള്ള ദേവന്മാർ പോലും സംഘർഷമൂർത്തിയെ ഉപാസിച്ചിട്ടാണ് ദ്വൈതഭാവത്തിനെ ഉപേക്ഷിച്ച് മോഹമുക്തന്മാരായിട്ട് അദ്വൈത വേദാന്ത പാരംഗതന്മാരായി തീർന്നത്. അത്തരത്തിലുള്ള ഒരു അദ്വൈത ജ്ഞാനം അങ്ങേക്കും ലഭിക്കും. ഞാൻ മന്ത്രം പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ശ്രീനാരദ മഹർഷി ആശ്വസിപ്പിക്കണം. എന്നിട്ടും ആശ്വാസം ആയില്ല എന്ന് കണ്ടപ്പോഴാണ് ശ്രീനാരദ മഹർഷിയും അംഗിരസ മഹർഷിയും കൂടെ കൂടിയിട്ട് മറ്റൊരു പ്രകരണത്തിലൂടെ ചിത്രകേതുവിനെ ആ ആധ്യാത്മിക ജ്ഞാനത്തിനെ ഉദ്ബോധിപ്പിക്കുന്നത്. അതാണ് ആ ജീവാത്മാവിൻ്റെ വാക്കുകളിലൂടെ ചിത്രകേതുവിനെ ശ്രീനാരദ മഹർഷി ജ്ഞാനോപദേശം ചെയ്യുന്നതാണ് അടുത്ത പ്രകരണം. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. 16-ാമത്തെ അധ്യായത്തിൽ ശ്രീനാരദ മഹർഷിയുടെ ഉപദേശം.